ഓം നമ ശിവായ. പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും 2025 ഫെബ്രുവരി മാസം 23 തീയതി ഞായറാഴ്ച ദിവസത്തെ നക്ഷത്രഫലം കേൾക്കുവാൻ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് ഗ്രഹസ്ഥിതി പറയാം. ഗ്രഹസ്ഥിതി പ്രകാരം ഞായറാഴ്ച ദിവസത്തിൻ്റെ അധിപനായ സൂര്യൻ ശനിയും ബുധനുമായിട്ട് ചേർന്ന് കുംഭൻ രാശിയിൽ നിൽക്കുന്നു. രാഹുവും ശുക്രനും മീനൻ രാശിയിൽ നിൽക്കുന്നു. വ്യാഴം ഇടവൻ രാശിയിൽ നിൽക്കുന്നു. ചൊവ്വ മിഥുനൻ രാശിയിൽ നിൽക്കുന്നു. കേതു കന്നി രാശിയിൽ നിൽക്കുന്നു. വ്യാഴം ധനുരാശിയിൽ കൂടി കടന്നു പോകുന്നു. ഇതാണ് പ്രധാനപ്പെട്ട ഗ്രഹസ്ഥിതി. ഈ ഗ്രഹസ്ഥിതി പ്രകാരമാണ് നക്ഷത്രഫലം പറയുന്നത്. ആദ്യമായിട്ട് മേടക്കുറുകാരുടെ കാര്യം ചിന്തിക്കാം. മേടക്കുറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാർക്ക് ഞായറാഴ്ച ദിവസത്തെ അനുഭവം എങ്ങനെയാണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. വ്യക്തിപരമായി ചിന്തിച്ചാൽ, ഈ ജാതകരെക്കുറിച്ച് വ്യക്തിപരമായി ചിന്തിച്ചാൽ അവർക്ക് സുഖം, സ്വസ്ഥത, ഏകന്മാ അനുകൂലമായൊരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. സുഹൃത്തുക്കൾ, സഹോദരങ്ങളെ കൊണ്ട് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാനൊരു ദിവസമാണ്. എന്നാൽ വാഹനം കൊണ്ടുള്ള സ്ഥിതി മോശമാകും. വാഹനം അപകടത്തിൽപ്പെടുവാൻ സാധ്യതയുണ്ട്. വാഹനം ഓടിക്കുന്നവരൊക്കെ സൂക്ഷിക്കേണ്ട ദിവസമാണ്. തന്മൂലം ധനനഷ്ടം, കുടുംബത്തിൽ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ധനപരമായ ബുദ്ധിമുട്ടും പ്രയാസവും തന്മൂലം ഉണ്ടാകും. കുടുംബത്തിൻ്റെ സ്ഥിതി മോശമാകാനൊക്കെ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. കാര്യവിജയം, പ്രതിസന്ധി ഉണ്ടായാൽ പോലും കാര്യവിജയം ഉണ്ടാകുന്ന ദിവസമാണ്. രോഗം, ശത്രുത, കടബാധകളാൽ ചെറിയ രീതിയിലുള്ള പ്രതിസന്ധിയൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതും അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ ഈ ജാതകർക്ക് പ്രതിസന്ധി ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ബന്ധുക്കളുടെ തന്മൂലം അകൽച്ച കാണിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ഈ ജാതകരെ സംബന്ധിച്ചിടത്തോളം ഈ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് ചെറിയ രീതിയിലൊക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ്. പ്രവർത്തന മേഖലയിൽ ആരെയും ഭയമില്ലാതെ കടന്നു ചെന്ന്, ആരെയും ഭയപ്പെടാതെ കടന്നു ചെന്ന് പ്രവർത്തിച്ച് പ്രവർത്തന വിജയം നേടുവാൻ അനുകൂലമായൊരു ദിവസമാണ്. അങ്ങനെ പ്രവർത്തന വിജയം നേടുന്നവരെ സൂര്യദേവൻ അനുഗ്രഹിക്കുന്നൊരു ദിവസവും കൂടിയാണ്. അതായത് ഈ ഞായറാഴ്ച ദിവസം പൊതുപ്രവർത്തന രംഗത്ത് കഴിവുള്ളവരെ സൂര്യദേവൻ ആദരിക്കുന്നൊരു ദിവസമാണ്. നല്ല സംഘാടകത്വമുള്ളവരെ, നല്ല പ്രാസംഗികരായിട്ടുള്ളവരെ, ഒരു സംഘടനയെ നയിച്ചു കൊണ്ടുപോകാൻ ശേഷിയുള്ളവരെയൊക്കെ സൂര്യദേവൻ തെരഞ്ഞു പിടിച്ച് അവർ പ്രവർത്തിക്കുന്ന സമുദായത്തിൻ്റെയോ സംഘടനയുടെയോ പ്രസ്ഥാനത്തിൻ്റെയോ അധ്യക്ഷ പദവിയിൽ എത്തിക്കും. അതാണ് സൂര്യദേവൻ ചെയ്യുന്ന അനുഗ്രഹം. അത് മേടക്കുറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാരായിട്ടുള്ള യോഗ്യതയുള്ള ജാതകർക്കൊക്കെ വന്നു ചേരുന്നൊരു ദിവസവുമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ്. മേടക്കുറുകാരെ സംബന്ധിച്ചുള്ള ഒരു വലിയ അനുഗ്രഹമാണ് സൂര്യദേവനാൽ വന്നു ചേരുന്ന ഈ അനുഗ്രഹം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ഇടവക്കുറാണ്. ഇടവക്കുറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരൻ 2 പാദം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ഞായറാഴ്ച ദിവസം വ്യക്തിപരമായി ചിന്തിച്ചാൽ സുഖം, സ്വസ്ഥത, ദേഹത്തിന്മയൊക്കെ അനുകൂലമായൊരു ദിവസമാണ്. എന്നാൽ കുടുംബസുഖമോ ധനപരമായ നേട്ടമോ കാര്യമായിട്ടുണ്ടാകുന്നൊരു ദിവസമല്ല. ധനനഷ്ടത്തിനും സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, മാതാവ് മുഖേനയുള്ള തിക്താനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. മാതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളതും അറിഞ്ഞിരിക്കുക. വീട്, വസ്തു, വാഹനം, സ്വത്ത് സംബന്ധിച്ചുള്ള സ്ഥിതി മെച്ചമായിട്ട് തോന്നാം. പക്ഷെങ്കിൽ കാര്യമായിട്ടുള്ളൊരു നേട്ടം ഇതിൽ കൂടി ഉണ്ടാകണമെന്നില്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. മക്കളെ കൊണ്ടുള്ള വലിയൊരു സൗഭാഗ്യമായ അനുഭവങ്ങളൊന്നും ഉണ്ടാകുന്ന ദിവസമല്ല. രോഗം, ശത്രുത, കടബാധകളാൽ വലിയ പ്രതിസന്ധി ജീവിതത്തിൽ വന്നു ചേരാത്തൊരു ദിവസമാണ്. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നൊരു ദിവസമാണ്. ദാമ്പത്യ ജീവിതം തൃപ്തികരമായി പോകുന്ന ദിവസമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഭാഗ്യം കൊണ്ട് പല കാര്യങ്ങളും നേടാമെന്ന് വിചാരിക്കേണ്ട. എന്നാൽ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിച്ച് വിജയിപ്പിച്ച് അതിൽ കൂടിയുള്ളൊരു നേട്ടം ഈ ജാതകർക്ക് വന്നിരുന്നൊരു ദിവസമാണ്. പ്രവർത്തന വിജയം, പിതാവ് മുഖേനയുള്ള നേട്ടങ്ങൾ, പിതാവ് മുഖേനയുള്ള ധനനേട്ടം, തൊഴിലിടങ്ങളിൽ മേലധികാരികളുടെ അംഗീകാരം, മറ്റുള്ളവരുടെ ആദരവ്, ഇതൊക്കെ ഇവർക്ക് വന്നിരുന്നൊരു ദിവസമാണ്. അതാണ് ഇവർക്കുള്ള പ്രത്യേകത. ആ ഒരു സന്തോഷം ഇവർ അനുഭവിക്കുന്നൊരു ദിവസമാണ്. അങ്ങനെ ഒരു പ്രവർത്തന വിജയം ഉണ്ടാകുമ്പോൾ സ്ത്രീകൾ മുഖേനയുള്ള ഒരു ധനവരവ് അവിടെ വന്നു ചേരുവാനും അല്ലെങ്കിൽ സ്ത്രീകൾ മുഖേന ഒരു ലാഭം വന്നു ചേരുവാനും സാധ്യതയുള്ള ദിവസമാണ്. അപ്പോൾ ഇപ്പറഞ്ഞ അനുഭവങ്ങളിൽ കൂടിയാണ് ഇടവക്കുറുകാർ ഞായറാഴ്ച ദിവസം കടന്നു പോകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും മിഥുനക്കുറാണ്. മിഥുനക്കുറിൽപ്പെട്ട മകരൻ, 2 പാദം, തിരുവാതിര, പുണർത, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് വ്യക്തിപരമായി ചിന്തിച്ചാൽ അവർ ആകപ്പാടെ ആശയക്കുഴപ്പത്തിൽ കൂടി കടന്നു പോകുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. സ്വസ്ഥതയൊന്നും ഇല്ലാതെ പല കാര്യങ്ങളിലും വേവലാതിപ്പെട്ട് കഴിയുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ചെറിയ രീതിയിൽ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ഈ ഞായറാഴ്ച ദിവസം. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള ഭാഗ്യാനുഭവങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമല്ല. പെൺമക്കളെ കൊണ്ടുള്ള കാര്യവിജയം അവർക്ക് അനുകൂലമായി നിൽക്കുന്നു. സ്ത്രീകൾ മുഖേനയുള്ള ഒരു നേട്ടവും അവർക്കിപ്പോൾ അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്.
ഈ ജാതകരെ സംബന്ധിച്ച് രോഗം, ശത്രുത, കടബാധകളാലുള്ള പ്രതിസന്ധി അവരെ അലട്ടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ദാമ്പത്യ ജീവിതം ഈ ഞായറാഴ്ച ദിവസം വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കടന്നു പോകുന്നൊരു ദിവസമാണ്. ഭാഗ്യകരമായ അനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരുവാൻ, ദൈവാധീനം കൊണ്ട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ഈ ഞായറാഴ്ച ഈ ജാതകർ സത്യസന്ധരായിട്ട് ജീവിക്കുന്നൊരു ദിവസമാണ്. ദൈവവിശ്വാസം തന്മൂലം വർദ്ധിക്കും. അതുപോലെ തന്നെ പിതാവ് മുഖേനയുള്ള ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരും. പക്ഷേങ്കിൽ ഇവർ പിതാവുമായിട്ട് കലഹിക്കുവാൻ സാധ്യതയുണ്ട്. തന്നുപോയത് അല്ലെങ്കിൽ തന്നത് കുറഞ്ഞു പോയെന്നോ, അല്ലെങ്കിൽ പിതാവ് തന്നതിനെക്കുറിച്ച് ചിന്തിച്ച്, അല്ലെങ്കിൽ അങ്ങനെ പിതാവുമായിട്ട് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അനിഷ്ടത്തിന് സാധ്യത വന്നു ചേരാനും സാധ്യതയുണ്ട്. എങ്കിലും പിതാവ് മുഖേനയുള്ള നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരുകയും ചെയ്യും. പിതാവ് ഇവർക്ക് കൊടുക്കുകയും ചെയ്യും. പിതാവ് കൊടുക്കുന്നത് തൃപ്തിപ്പെടാതെ പിതാവുമായിട്ട് കലഹിക്കുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ജ്യോതിഷത്തിൻ്റെ അഭിപ്രായം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകും. ഇവരുടെ തൊഴിൽ മേഖലയിൽ സ്ത്രീകൾ മുഖേനയുള്ള ഒരു സഹായം ലഭിച്ചാൽ തൊഴിൽ മേഖലയിൽ അഭിവൃദ്ധി ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധി ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ സ്ത്രീകളുടെ സഹായം ലഭിച്ചാൽ സ്ത്രീകൾ മുഖേനയുള്ള ഒരു നേട്ടം തൊഴിൽ മേഖലയിൽ കൂടി ഉണ്ടായി. അങ്ങനെ ജീവിതാഭിവൃദ്ധി പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. ലാഭകരമായ അനുഭവങ്ങളൊന്നും തന്നെ വന്നു ചേരാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ ഈ ജാതകർ ധനം നല്ല കാര്യങ്ങൾ എന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കും. പക്ഷെങ്കിൽ അതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ല. ധനനഷ്ടം തന്നെ വന്നു ചേരുമെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഈ സാഹചര്യങ്ങളിൽ കൂടി തന്നെയാണ് ഞായറാഴ്ച ദിവസം മിഥുനക്കുറുകാർ കടന്നു പോവുക. ഇനിയും കർക്കിടകക്കുറാണ്. കർക്കിടകക്കുറിൽപ്പെട്ട പുണർതം കാല് പൂയമായില്ലെന്ന ആളുകാരെ സംബന്ധിച്ച് സുഖസ്വസ്ഥ ദേഹത്തിന് മാത്രം അനുകൂലമായൊരു ദിവസമല്ല. ഇവരുടെ പിതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധി വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അഷ്ടമത്തിൽ സൂര്യൻ ശനിയുമായിട്ട് ചേർന്നാണ് നിൽക്കുന്നത്. അപ്പോൾ പിതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള ആപത്തുകളോ പ്രതിസന്ധികളോ ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായിട്ട് ഉണ്ടാകുന്നൊരു ദിവസമല്ല. എങ്കിലും കുടുംബത്തിൽ സ്ത്രീകൾ മുഖേന ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ ഇവർക്ക് കാര്യമായിട്ടുള്ള നേട്ടത്തെ കൊടുക്കത്തില്ല. അവർ നിസ്സഹായരായിട്ട് നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഭാഗ്യാനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാമെങ്കിലും ഈ ഞായറാഴ്ച ദിവസം അതുണ്ടാകണമെന്നില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങളൊന്നും ഇവർക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു സാഹചര്യമല്ല നിലവിലുള്ളത്. രോഗത്താലോ ശത്രുതയാലോ കടബാധകളാലോ വലിയൊരു ഭീഷണി ഞായറാഴ്ച ദിവസം നേരിടാൻ സാധ്യതയില്ല. ദാമ്പത്യ ജീവിതം തൃപ്തികരമല്ല. അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ചിടത്തോളം സുഖകരമായ അനുഭവങ്ങൾ ഈ ഞായറാഴ്ച ദിവസം ഉണ്ടാകണമെന്നില്ല. പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെയാണ് കൂടുതലായിട്ടും വന്നു ചേരുവാൻ സാധ്യതയുള്ളത് എന്നുള്ളതും മനസ്സിലാക്കുക. ഭാഗ്യാധിപനും ലാഭഭാവത്തിൻ്റെ അധിപനും പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണിപ്പോൾ നിലവിലുള്ളത്. ആയതിനാൽ ഈ ജാതകരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഭാഗ്യം ഒന്ന് പരീക്ഷിച്ച് നോക്കണമെന്നുള്ള ചിന്ത അവരിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ ഈ ഞായറാഴ്ച ദിവസം ഭാഗ്യഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ്റെ 12ലാണ് ഞായറാഴ്ച ദിവസത്തിൻ്റെ അധിപനായ സൂര്യൻ നിൽക്കുന്നത്. അപ്പോൾ ഞായറാഴ്ച ദിവസം ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യത കുറവാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇവർക്കിപ്പോൾ ഭാഗ്യാധിപനും ലാഭഭാവത്തിൻ്റെ അധിപനും പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്നത് കൊണ്ട് ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. എന്നാൽ ഈ ഞായറാഴ്ച ദിവസം അതിന് സാധ്യതയില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ലോട്ടറിയൊക്കെ എടുക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞു തന്നത്. പിന്നെ ഭാഗ്യാധിപനോടുകൂടി രാഹു നിൽക്കുന്നു. തടസ്സപ്പെടുത്തി കളയാൻ രാഹു അവിടെ നിൽപ്പുണ്ട് എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. എന്നിട്ട് വേണം ഈ ലോട്ടറിയൊക്കെ എടുത്ത് പൈസ കളയുവാൻ. തൊഴിൽപരമായിട്ടുള്ള സ്ഥിതിയൊന്നും അത്ര മെച്ചമല്ല. ഭൂമി സംബന്ധമായിട്ടുള്ള നേട്ടങ്ങളൊന്നും ഇവർക്ക് വന്നു ചേരുന്നൊരു ദിവസമല്ല. ലാഭകരമായ അനുഭവങ്ങൾ ഇവർക്ക് ജീവിതത്തിൽ ഒരു പരിധിവരെ പ്രതീക്ഷിക്കാവുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ആയതിനാൽ രോഗം, ശത്രുത, കടബാധ്യത എന്നുള്ള വിഷയങ്ങളിലുള്ള ഭീഷണി വലിയ രീതിയിലുള്ള ഒരു ദോഷം തട്ടാതെ ഈ ജാതകരെ നിലനിർത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇനിയും ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂര, ഉത്രം, കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ ഞായറാഴ്ച ദിവസം അത്ര അനുകൂലമായൊരു ദിവസമല്ല. കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായിട്ട് ഉണ്ടാകുന്നൊരു ദിവസമല്ലെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ കാര്യവിജയം പൂർണ്ണമായിട്ടും ഉണ്ടാകുന്നൊരു ദിവസമല്ല. ഈ ഞായറാഴ്ച ദിവസം ഈ ജാതകരെ സംബന്ധിച്ചിടത്തോളം സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായവരുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങൾ കാര്യമായിട്ട് വന്നു ചേരണമെന്നില്ല. എന്നാൽ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊരു നേട്ടം പ്രതീക്ഷിക്കാം. മക്കളെ കൊണ്ടുള്ള കാര്യമായിട്ടുള്ള അനുഭവങ്ങൾ വന്നു ചേരണമെന്നില്ല. അവിടെയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഭാര്യ ഭർത്തൃ സുഖഹാനി, മനോദുഃഖം, മാനഹാനി, ദേഷ്യം, കോപം,
അപ്പോൾ അങ്ങനെ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ഈ ജാതകർക്ക് വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. എന്നാലും തൊഴിൽപരമായിട്ടുള്ളൊരു നേട്ടവും അതുപോലെ തന്നെ ഭൂമി സംബന്ധിച്ചുള്ളൊരു നേട്ടവും ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനിയും കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്ര 2 പാദം നാളുകാരെ സംബന്ധിച്ച് ഈ ഞായറാഴ്ച ദിവസം ഏറെക്കുറെ അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ്. രോഗം, ശത്രുത, കടബാധ്യത എന്നീ വിഷയങ്ങളാൽ ഭാരപ്പെടുന്നവർക്ക് ആശ്വാസം ഉണ്ടാകുന്നൊരു ദിവസമാണ്. ഒരു പരിധിവരെ ധനധാന്യ സമൃദ്ധി പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ ശത്രുക്കളെ ജയിക്കുവാൻ പറ്റുന്നൊരു ദിവസമാണ്. ആരോഗ്യമുള്ളൊരു ദിവസമാണ്. ഒരു പോസിറ്റീവ് എനർജി വന്നു ചേരുന്നൊരു ദിവസമാണ്. അപ്പം അങ്ങനെ സൽപ്രവർത്തികളൊക്കെ ചെയ്ത് ജീവിത വിജയം നേടാൻ ആഗ്രഹിക്കുന്നൊരു ദിവസമാണ്. എങ്കിലും സ്ത്രീകൾ മുഖേന ധനം വന്ന് ആ ധനം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള സാഹചര്യവും ഉണ്ട് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ ഈ ഞായറാഴ്ച ദിവസം ഏറെക്കുറെ അനുകൂലമായ ഒരു സാഹചര്യം വന്നു ചേരുന്ന ദിവസമാണ്. ഭൂമി സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും ഏറെക്കുറെ അനുകൂലമായ സാഹചര്യം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസവുമാണ് ഈ ഞായറാഴ്ച ദിവസം. അപ്പോൾ കന്നിക്കൂറുകാർ വളരെ പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്നവരാണെങ്കിലും ഞായറാഴ്ച ദിവസം കുറച്ച് കാര്യങ്ങളിൽ ആശ്വാസകരമായ അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ്. എങ്കിലും ദാമ്പത്യ ജീവിതത്തിലെ പ്രതിസന്ധികൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അതൊരു വിഷയമാണ്. അതുപോലെ തന്നെ ചിലരെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ടുള്ള മേഖലകളിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ഏറ്റെടുക്കുന്ന പ്രവർത്തികൾ പൂർത്തീകരിക്കുവാൻ വേണ്ടി വളരെ കഷ്ടപ്പെടുന്നവരുണ്ട്. അവിടെയൊക്കെ ശത്രുതയും പ്രശ്നങ്ങളും അനുഭവിക്കുന്നവരുമുണ്ട്. അങ്ങനെ ഒരു വല്ലാത്തൊരു സാഹചര്യമാണ് ഈ കന്നിക്കൂറുകാർക്കുള്ളത്. എങ്കിലും ഈ ഞായറാഴ്ച ദിവസം കുറച്ചൊരു ആശ്വാസം വന്നിരുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം, ചോതി, വിശാഖം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് അത്ര അനുകൂലമായ ഒരു ദിവസമല്ല ഈ ഞായറാഴ്ച ദിവസം. കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായിട്ടുണ്ടാകണമെന്നില്ല. അതൊക്കെ ഭാഗ്യത്തെ കേന്ദ്രീകരിച്ചിരിക്കും. അതായത് ഭാഗ്യം കൊണ്ട് കുടുംബസുഖവും ധനപരമായ നേട്ടം ഉണ്ടാകാം. ഭാഗ്യക്കേട് കൊണ്ട് ഇതൊക്കെ ഇല്ലാതായി പോകാനുള്ള സാഹചര്യമാണ് ഉള്ളത്. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. വീട്, വസ്തു, വാഹനം, ഭൂമിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും നേട്ടമില്ല. കാര്യവിജയം പൂർണ്ണമായിട്ടും ഉണ്ടാകുന്നൊരു ദിവസമല്ല. തന്മൂലം ഈ ജാതകർക്ക് ദേഷ്യം വന്നു ചേരും. അതുപോലെ തന്നെ ധനപരമായ ബുദ്ധിമുട്ടുണ്ടാകും. ബന്ധുക്കൾ ശത്രുക്കളാകും. ക്രൂര പ്രവർത്തികളിലൊക്കെ ആകും. പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഞായറാഴ്ച ദിവസം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ധനത്തിന് അനാവശ്യമായിട്ട് ചിലവുണ്ടാവും. വരവിനേക്കാൾ ചിലവ് കൂടുതലായിരിക്കും ഞായറാഴ്ച ദിവസം. ദാമ്പത്യ ജീവിതമൊന്നും പൂർണ്ണമായിട്ടും തൃപ്തികരമാകണമെന്നില്ല. എങ്കിലും വലിയ കുഴപ്പമില്ലാതെ അങ്ങ് കടന്നു പോകും. അപ്പോൾ ഇവരുടെ തൊഴിൽ മേഖല കൊണ്ട് കാര്യമായിട്ടുള്ള നേട്ടമൊന്നും ഇവർക്ക് പ്രതീക്ഷിക്കാൻ ദിവസമല്ല ഞായറാഴ്ച ദിവസം. ലാഭകരമായ അനുഭവങ്ങളൊന്നും ഇവർക്ക് കാര്യമായിട്ട് വന്നിരുന്നൊരു ദിവസമല്ല. നഷ്ടസാധ്യതകൾ എന്നാൽ വലിയ തോതിൽ ഉണ്ടാകുന്നുമില്ല. പക്ഷെങ്കിൽ ധനവരവ് ഇവർക്ക് കുറവാകുന്നൊരു ദിവസമാണ്. തന്മൂലം പല കാര്യങ്ങളും ഇവർക്ക് ധനം തികയാതെ വരും. ധനത്തിന് ചിലവ് വർദ്ധിക്കും. അങ്ങനെ ദേഷ്യം ഉണ്ടാകും, കോപം ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെയാണ് തുലാക്കൂറുകാർക്ക് ഈ ഞായറാഴ്ച ദിവസം വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, കാൽ, അനിഴം കേട്ട നാളുകാരെ സംബന്ധിച്ച് ഈ ഞായറാഴ്ച ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ അത്ര അനുകൂലമായ ഒരു ദിവസമല്ല. കാരണം അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപൻ അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇവർ മാനസികവുമായും ശാരീരികമായിട്ടും വളരെ അസ്വസ്ഥതയിൽ കൂടിയാണ് ഇവർ കഴിഞ്ഞു പോകുന്നത്. കുടുംബത്തിൻ്റെയും ധനത്തിൻ്റെയും സ്ഥിതി ഏറെക്കുറെ അനുകൂലമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് ഇവർക്ക് ഇക്കാര്യങ്ങളിൽ ഒരു സംതൃപ്തി ഉണ്ടാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. സുഹൃത്തുക്കളെ കൊണ്ടും സഹോദരങ്ങളെ കൊണ്ടുമുള്ള നേട്ടം കാര്യമായിട്ട് ഇവർക്ക് അനുഭവത്തിൽ വന്നു ചേരുന്നില്ല. അതുപോലെ തന്നെ സ്വത്ത്, ഭൂമി, വാഹനം എന്നിവ സംബന്ധിച്ചുള്ളൊരു നേട്ടം പ്രതീക്ഷിച്ചാൽ ഞായറാഴ്ച ദിവസം അത് അനുകൂലമായി വന്നു ചേരണമെന്നില്ല എന്നുള്ളതാണ് ഞായറാഴ്ച ദിവസത്തെ അനുഭവം. സ്ത്രീകൾ മുഖേന ഒരു കാര്യവിജയത്തിന് ഇറങ്ങിത്തിരിച്ചാൽ ഒരുപക്ഷെ നഷ്ടം വന്നു ചേരുവാനും സാധ്യതയുണ്ട്. എന്നാൽ കാര്യവിജയം പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യവുമാണ് നിലവിലുള്ളത്. രോഗം, ശത്രുത, കടബാധകളാൽ ഇവർ ഭാരപ്പെടാനുള്ള സാഹചര്യം നിലവിലുണ്ട്. ഭാഗ്യാനുഭവങ്ങൾ പൂർണ്ണമായിട്ടും ഇവർക്ക് അങ്ങോട്ട് അനുകൂലമായി വന്ന് നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഭാഗ്യം കൊണ്ട് ധനം വന്നു ചേരാനുള്ള സാഹചര്യമുണ്ടെങ്കിലും ഭാഗ്യാധിപൻ ബലമില്ലാതെ നിൽക്കുന്നത് കൊണ്ട് ഭാഗ്യം കൊണ്ട് ധനം വന്നു ചേരുവാൻ സാധ്യത കുറവാണ്. ലാഭകരമായ അനുഭവങ്ങളൊന്നും ഇവരെ തുണയ്ക്കുന്ന സാഹചര്യമല്ല. തൊഴിൽപരമായിട്ടുള്ള മേഖല അനുകൂലമായി നിൽക്കുന്നില്ല. പ്രതിസന്ധികളുടെ മധ്യേ തന്നെയാണ് ഇവർ കടന്നു പോകുന്നത്. എങ്കിലും ജീവിക്കുവാൻ വേണ്ടിയുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ദാമ്പത്യ ജീവിതത്തിലും കുടുംബത്തിലും ഒക്കെ ഉണ്ട് എന്നുള്ളതും ഒരു സന്തോഷം നൽകുന്ന കാര്യമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് ഞായറാഴ്ച ദിവസം സുഖസ്വസ്ഥ, ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായൊരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്.
ഭാഗ്യം കൊണ്ട് ഇവർ പ്രസിദ്ധരാകുന്നൊരു ദിവസവും കൂടിയാണ്. പൊതുപ്രവർത്തന രംഗത്ത് ശോഭിച്ച് നിൽക്കുന്നവർക്ക് അധ്യക്ഷ സ്ഥാനങ്ങളിൽ എത്തിച്ചേരുവാൻ അനുകൂലമായൊരു ദിവസമാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രവർത്തകർക്ക് അവർക്ക് വളരെ അനുകൂലമായൊരു ദിവസമാണ്. ഭാഗ്യം കൊണ്ട് അവർ പ്രസിദ്ധരാകുന്നൊരു ദിവസമാണ്. ഈ ഞായറാഴ്ച ദിവസം സൂര്യദേവൻ ഇവരെ അനുഗ്രഹിക്കുന്നൊരു ദിവസമാണ്. പൊതുപ്രവർത്തന രംഗങ്ങളിൽ തൻ്റേതായിട്ടുള്ള കഴിവുകൾ കൊണ്ട് വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ജാതകർക്ക് ശോഭിക്കുവാനും നേതൃനിരയിൽ എത്തിച്ചേരുവാനും അവരുടെ സമുദായത്തിൻ്റെ ആകട്ടെ, അവർ പ്രവർത്തിക്കുന്ന സംഘടനയുടേതാകട്ടെ, പ്രസ്ഥാനത്തിൻ്റേതാകട്ടെ അധ്യക്ഷ പദവിയിൽ എത്തിച്ചേരുവാൻ വേണ്ടി സൂര്യഭഗവാൻ അനുഗ്രഹിക്കുന്നൊരു ദിവസമാണ് ഞായറാഴ്ച ദിവസം. അതിന് അനുകൂലമായൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. മൂത്ത സഹോദരൻ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ദോഷമുണ്ടായാൽ പോലും സുഹൃത്തുക്കൾ സഹോദരങ്ങളൊക്കെ അനുകൂലമായി സഹകരിക്കുന്നൊരു ദിവസവും കൂടിയാണ്. പുണ്യതീർത്ഥ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാൻ മനസ്സ് തോന്നുന്നൊരു ദിവസമാണ്. അതും മറ്റൊരു പ്രത്യേകതയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദിവസമാണ്. നല്ല ദാമ്പത്യ ജീവിതം നയിക്കുവാൻ കഴിയും. ഈ ഞായറാഴ്ച ദിവസം അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. നല്ല ഭാര്യ, നല്ല ഭർത്താവ്, നല്ല കുട്ടികൾ, നല്ല കുടുംബജീവിതമൊക്കെ നയിക്കുവാൻ അനുകൂലമായൊരു സാഹചര്യം കൂടി വന്നു ചേരുന്നു. ശത്രുനാശം ഉണ്ടാകുന്നൊരു ദിവസവും കൂടിയാണ്. രോഗത്താലോ ശത്രുതയാലോ കടബാധകളാലോ ഒന്നും ഭാരപ്പെടുവാൻ സാധ്യതയില്ല. തൊഴിൽപരമായിട്ടുള്ള നേട്ടവും പ്രതീക്ഷിക്കാം. അപ്പോൾ ധനുക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഞായറാഴ്ച ദിവസം അനുകൂലമായ സാഹചര്യങ്ങളാണ് ഉള്ളത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടം 2 പാദം നാളുകാരെ സംബന്ധിച്ച് ഞായറാഴ്ച ദിവസം സുഖസ്വസ്ഥ ദേഹന്മാർ അത്ര അനുകൂലമായൊരു ദിവസമാകണമെന്നില്ല. എങ്കിലും തൊഴിൽപരമായിട്ടുള്ള നേട്ടം, തൊഴിൽ കൊണ്ട് ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. തൊഴിൽ മേഖലയിൽ കൂടി ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലാളുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. വീട്, വസ്തുവാഹനം, ഭൂമി എന്നിവയുള്ള കാര്യങ്ങളിൽ നേട്ടങ്ങൾ അനുകൂലമായി നിൽക്കുന്നു. ലാഭകരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. കാര്യവിജയം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. എന്നാൽ ദാമ്പത്യ ജീവിതം സുഖകരമാകണമെന്നില്ല, തൃപ്തികരമാകണമെന്നില്ല. എല്ലാവർക്കുമല്ല, ചിലർക്കൊക്കെ. കാരണം 7ാം ഭാവാധിപനായ ചന്ദ്രൻ 12ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ 12ാം ഭാവത്തിൽ ബലമില്ലാത്ത ചന്ദ്രൻ വരുമ്പോൾ ഈ മകരക്കൂറിൽപ്പെട്ട ജാതകർ കറുത്ത പക്ഷത്ത് ജനിച്ചവർക്ക്, അതായത് കറുത്തഭാവനോടൊക്കെ അനുബന്ധിച്ച് ജനിച്ചവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അവർ സൂക്ഷിക്കണം, മുൻകരുതലെടുക്കണം. ആശുപത്രികളിലൊക്കെ അഭയം പ്രാപിക്കാൻ സാധ്യതയുള്ള സമയമാണ്. സൂക്ഷിക്കേണ്ടതാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ശ്വാസം മുട്ടൽ, വലിവ്, അങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ചിലർക്ക് ഹൈ BP വരാൻ സാധ്യതയുണ്ട്. ടെൻഷൻ വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ സൂക്ഷിക്കേണ്ട ഒരു സാഹചര്യമാണ് ഞായറാഴ്ച ദിവസം വന്നു ചേരുന്നത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ലാഭകരമായ അനുഭവങ്ങളൊക്കെ ഇവർക്ക് തുണയ്ക്കുന്നൊരു സമയമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള നേട്ടം അനുകൂലമായി നിൽക്കുന്നു. ഭാഗ്യം കൊണ്ട് ധനം വന്നു ചേരേണ്ട ഒരു സാഹചര്യമാണ്. പക്ഷെങ്കിൽ ഭാഗ്യാധിപൻ മൗഢ്യനായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഭാഗ്യം കൊണ്ട് ധനം വന്നു ചേരാതെ പോകുന്നു. ഭാഗ്യഭാവത്തിൽ കേതുവാണ് നിൽക്കുന്നത്. അപ്പോൾ ഭാഗ്യക്കേടുകളാണ് ജാതകർക്കുണ്ടാകുക. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടിയൊക്കെയാണ് ഈ ഞായറാഴ്ച ദിവസം മകരക്കൂറുകാർ കടന്നു പോവുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടം 2 പാദം ചതയം, പൂട്ടാതി, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ഞായറാഴ്ച ദിവസം അത്ര അനുകൂലമായൊരു ദിവസമല്ല. ഈ ജാതകർക്ക് ദൈവാധീനക്കുറവ് ഉണ്ടാകുന്നൊരു ദിവസമാണ്. ദൈവാധീനമില്ലാത്തവരായി ജീവിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിൽ ഞായറാഴ്ച ദിവസം വന്നു ചേരുക. തന്മൂലം നീചമായ കൂട്ടുകെട്ടിലൊക്കെ അകപ്പെടും, നീചബന്ധങ്ങളിലൊക്കെ അകപ്പെടുവാൻ സാധ്യതയുണ്ട്. തെറ്റായ പ്രവർത്തന മേഖലകളിലൊക്കെ കടന്നു ചെല്ലുവാൻ സാധ്യതയുണ്ട്. വളരെ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ്. അപ്പോൾ അങ്ങനെ പ്രതിസന്ധികളൊക്കെ കൂടുതലായിട്ട് വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധി നിലനിൽക്കുന്നു. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള നേട്ടങ്ങൾ കാര്യമായിട്ട് വന്നു ചേരാത്തൊരു ദിവസമായിരിക്കും. എങ്കിലും കുടുംബസുഖവും ധനപരമായ നേട്ടവും സ്ത്രീകൾ മുഖേന പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ഏർപ്പെടുന്ന കാര്യങ്ങളിൽ പൂർണ്ണമായിട്ടും വിജയം ഉണ്ടാകണമെന്നില്ല. അവിടെ ശത്രുതയും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഈ ജാതകർക്ക് രോഗം, ശത്രുത, കടബാധകളാൽ വലിയൊരു ഭീഷണി ഒന്നും വന്നു ചേരാനില്ലെങ്കിൽ പോലും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധ്യതയുള്ളൊരു ദിവസം കൂടിയാണ് ഞായറാഴ്ച ദിവസം. അത്ര നല്ല അനുഭവങ്ങൾ പൂർണ്ണമായിട്ടും വന്നു ചേരുന്നൊരു ദിവസമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പുരുട്ടാതികാൽ, ഉത്രട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ച് ഞായറാഴ്ച ദിവസം പല വിധത്തിലുള്ള പരാജയങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. ബുദ്ധിപരമായ പരാജയം. തന്മൂലം അവരുടെ പ്രവർത്തന മേഖലകളിൽ പരാജയം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ജാതകർക്ക് ധനഹാനി വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. നേത്രരോഗത്തിന് സാധ്യതയുണ്ട്. കലഹത്തിലകപ്പെടുവാൻ സാധ്യതയുണ്ട്. പിതാവിനോട് ശത്രുതയിൽ എത്തിച്ചേരുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ പുത്രദുഃഖം അനുഭവിക്കാൻ സാധ്യതയുണ്ട്. ഒട്ടുമിക്ക കാര്യങ്ങളും പ്രതികൂലമായ അനുഭവങ്ങളാണ് ഇവരെ തേടി വരാനുള്ളത്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ് ഈ ഞായറാഴ്ച ദിവസം.
നേട്ടമെന്ന് പറയുവാൻ തക്കവണ്ണം ഇവർക്ക് കാര്യമായിട്ടൊന്നും തന്നെ ഇല്ല. കാരണം ഈ ജാതകരെ സംബന്ധിച്ച് ഇവരുടെ കേന്ദ്രഭാവം 4, 7, 10 എന്നീ ഭാവങ്ങളിൽ ഒരു ശുഭഗ്രഹം പോലും നിൽക്കുന്നില്ല. ചന്ദ്രൻ 10ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്, പക്ഷേങ്കിൽ അത് പാപിയായിട്ടാണ് നിൽക്കുന്നത്, കറുത്ത പക്ഷ ചന്ദ്രനായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നേട്ടങ്ങൾ ഒന്നും തന്നെ വന്നു ചേരാനില്ല. 3, 6, 11 എന്നീ ഭാവങ്ങളിൽ പാപഗ്രഹങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല. 3ാം ഭാവത്തിൽ നിൽക്കുന്നത് വ്യാഴം എന്ന് പറയുന്ന ശുഭഗ്രഹമാണ്. 6ാം ഭാവത്തിൽ നിൽക്കുന്ന ആരും തന്നെ ഇല്ല. പിന്നെ പോയിട്ട് 11ാം ഭാവത്തിൽ നിൽക്കുന്നതും ആരും തന്നെ ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ മീനക്കൂറുകാരെ സംബന്ധിച്ച് വലിയ നേട്ടമുള്ളൊരു ദിവസമല്ല ഞായറാഴ്ച ദിവസം. പ്രതികൂലങ്ങൾ തന്നെയാണ് വന്നു ചേരുവാൻ സാധ്യത. വളരെ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ്. ദശാകാലത്തിൻ്റെ നേട്ടമുള്ളവർക്ക് ഇതൊന്നും ബാധകമല്ല കേട്ടോ. അവർക്ക് ആ ദശാകാലത്തിൻ്റെ അനുഭവത്താൽ ഉള്ള ജീവിതമായിരിക്കും ഉള്ളത്. ചരവശാലുള്ള ഫലമൊന്നും അവർക്ക് ബാധകമാകത്തില്ല. അപ്പോൾ ചാരവശാലുള്ള സ്ഥിതിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ തന്നെയാണ് കൂടുതലായിട്ടും വന്നു ചേരുവാൻ സാധ്യതയുള്ളത്. പിന്നെ സ്ത്രീകൾ മുഖേനയുള്ളൊരു നേട്ടം അവർക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്. പിന്നെ ചിലരുടെ ജീവിതത്തിൽ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള നേട്ടവും പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷേങ്കിൽ ഈ സ്ത്രീകൾ മുഖേനയുള്ള നേട്ടം കലഹത്തിൽ അവസാനിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയെല്ലാം തിരിഞ്ഞു മറിഞ്ഞുമൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രതിസന്ധിയാണ് കൂടുതലും വന്നു ചേരാൻ സാധ്യതയുള്ളത്. സൂക്ഷിക്കണം എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവച്ചത്. ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേർക്ക് ഒരുപാട് ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉണ്ട്. സ്വന്തമായിട്ട് വീടില്ലാത്തവരുണ്ട്, തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രതിസന്ധി അകപ്പെട്ട് ഭാരപ്പെട്ട് കഴിയുന്നവരുണ്ട്, ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്, കടബാധകളാൽപ്പെട്ട് ജീവിതം ആത്മഹത്യ ചെയ്യണോ എന്ന് വരെ ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെ സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ജനനം മുതൽ ഈ സമയം വരെയും ഈശ്വരഭക്തിയിൽ കൂടി ജീവിച്ചിട്ട് പോലും തങ്ങളുടെ ജീവിതത്തിലൊരു നേട്ടവും അഭിവൃദ്ധിയും ഉണ്ടാകാതെ വിഷമിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി എല്ലാം ഞാൻ മഹാദേവനോട് പ്രാർത്ഥിക്കുകയാണ്. മഹാദേവ, എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവനെ അനുഗ്രഹിക്കണം. അവരുടെ ആവശ്യങ്ങൾ ചെറുതാകട്ടെ വലുതാകട്ടെ മഹാദേവൻ സാധിച്ചു കൊടുക്കണം. അവരുടെ ജീവിതത്തിൽ മഹാദേവൻ പ്രവർത്തിക്കണം, അവരെ അനുഗ്രഹിക്കണം. നാളിതുവരെ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നുമൊക്കെ അവരെ മോചിപ്പിച്ച് നല്ലൊരു ജീവിതത്തിന് ഉടമകളാക്കി മഹാദേവൻ മാറ്റണം. മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകണം. പ്രത്യേകിച്ച് ശിവരാത്രി കടന്നു വരുന്നു. ശിവരാത്രിയോടനുബന്ധിച്ചു മഹാദേവൻ്റെ അനുഗ്രഹം ഈ പ്രിയപ്പെട്ടവരിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ.